എൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം ചോദിച്ചു എന്ന് കർത്താവ് എടുത്തു തരാൻ പറയുന്ന സൂപ്പർ മാർക്കറ്റ് അല്ല കർത്താവ്. മറിച്ച് ദൈവവുമായിട്ടൊരു നല്ല ബന്ധമുണ്ടാകണം. അപ്പനും മകനും തമ്മിലുള്ള ബന്ധം പോലെ ആഴമായ ബന്ധം. ഞാനൊന്ന് കരയുമ്പോൾ കണ്ണുനീരിനെ ദൂരെ നിന്ന് കാണുന്ന, എൻ്റെ മനസ്സൊന്ന് ഇടറുമ്പോൾ എന്നെ തിരിച്ചറിയുന്ന, എൻ്റെ ശബ്ദമൊന്നിടറുമ്പോൾ ആ ശബ്ദത്തെ തിരിച്ചറിയുന്ന ദൈവവുമായിട്ടൊരു നല്ല ബന്ധം പ്രാർത്ഥനയുടെ അനുഭവത്തിൽ രൂപപ്പെടുത്തണം. നിരന്തരമായി ദൈവവുമായി സംവദിക്കേണ്ടത് ആവശ്യമാണ്. പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത ഒരു നല്ല നിർവചനമുണ്ട്. ദൈവം തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. പ്രിയമുള്ളവരെ, പ്രാർത്ഥന അത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ നട്ടെല്ലാണ്, ശ്വാസവായുവാണ്. ആരാധനയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴാകട്ടെ, കുടുംബ പ്രാർത്ഥനയിലാകട്ടെ, കുറച്ചുകൂടെ തീഷ്ണതയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇന്ന് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ പ്രാർത്ഥന ഇന്ന് കേവലം ചടങ്ങായി മാറുകയാണ്. കാരണം ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് വലിയ ആവശ്യങ്ങൾ നമുക്കില്ല. ഇന്ന് നമുക്ക് ആവശ്യങ്ങളെക്കാൾ ഉപരി ആഗ്രഹങ്ങളാണ് നമ്മളെ ദൈവാലയത്തിലേക്ക് നയിക്കുന്നത്. ആഗ്രഹങ്ങളെ മാനിക്കുന്നതല്ല, ആവശ്യങ്ങളെ തിരിച്ചറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ടാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അൻപുടയോനേ നിൻ വാതിൽ മുട്ടുന്നു ദാസനാദം.